എന്തിനാണ് അഫാൻ തൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ കാമുകി ഫർസാനയെ കൂടി ഉൾപ്പെടുത്തിയത്? താൻ മരിച്ചാൽ ഫർസാന തനിച്ചാവുമെന്ന് കരുതിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ്റെ മൊഴി. അഫാൻ ഫർസാനയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ടും അതിക്രൂരമായാണ് ഫർസാനയെ കൊലപ്പെടുത്തിയത്. തലയിൽ ചുറ്റിക കൊണ്ട് തുരുതുരെ അടിച്ചായിരുന്നു കൊലപ്പെടുത്തിയത്. വെഞ്ഞാറമൂട് മുക്കുന്നൂരിലാണ് ഫർസാനയുടെ വീട്. പഠിക്കാൻ മിടുക്കിയാണ് ഫർസാന. അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിലെ MSc വിദ്യാർത്ഥിനിയാണ് 22-കാരിയായ ഫർസാന. വെഞ്ഞാറമൂടിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയമാണ് അഫാനും ഫർസാനയും തമ്മിൽ. ഇവരുടെ ബന്ധം വീട്ടുകാർക്കറിയാമായിരുന്നു. ബന്ധത്തിൽ കുടുംബങ്ങളിൽ ഭിന്നതയുണ്ടായിരുന്നതായാണ് വിവരം. ഫർസാനയുമായി അഫാൻ തിങ്കളാഴ്ച ബൈക്കിൽ പോകുന്നത് അഫാൻ്റെ ബന്ധുക്കൾ കണ്ടിരുന്നു. സമീപത്തെ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് വൈകിട്ട് 3:30 ഫർസാന വീട്ടിൽ നിന്നിറങ്ങിയത്. അഫാൻ ഫർസാനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ മുറിയിലെത്തിച്ച ശേഷമാണ് കൊന്നത്. ചുറ്റിക കൊണ്ട് പലവട്ടം തലക്കടിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. മുഖം വികൃതമായ നിലയിലാണ്. ഫർസാനയുടെ തലയുടെ മുറിവ് ആഴത്തിലുള്ളതാണ്. നെറ്റിയുടെ ഇരുവശത്തും നടുക്കും ചുറ്റിക കൊണ്ട് ശക്തിയായി അടിച്ച പാടുണ്ട്. പേരുമലയിലെ കൂട്ടക്കൊലപാതകവിവരം അറിഞ്ഞപ്പോഴാണ് ഫർസാനയും ഉൾപ്പെട്ടതായി വ്യക്തമായത്. അനിയനെയും അഫാൻ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. 9ാം ക്ലാസ്സുകാരനായ അഫാൻ്റെ മൃതദേഹത്തിന് ചുറ്റും 500 രൂപയുടെ കറൻസി നോട്ടുകൾ വിതറിയിരുന്നു. ഇതിൻ്റെ കാരണവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സ്വീകരണ മുറിയിൽ നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാൻ്റെ മൃതദേഹം. അഫ്സാനെ ചേർത്തിരുത്തി അഫാൻ ബൈക്ക് ഓടിച്ചു പോകുന്നത് നാട്ടുകാർ പതിവായി കണ്ടിരുന്നു. ഇരുവരും തമ്മിൽ 10 വയസ്സ് വ്യത്യാസമുണ്ട്. അനിയനോട് ഏറെ ഇഷ്ടമുണ്ടായിരുന്നു അഫാന്. അഫ്സാൻ്റെ പഠനകാര്യങ്ങളിൽ പോലും അഫാൻ ശ്രദ്ധിച്ചിരുന്നു. കൊലപാതകത്തിന് മുമ്പ് അനുജനെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി കുഴിമന്തി വാങ്ങിച്ചു കൊടുത്തു. കുഴിമന്തിയുടെ ബാക്കിയും ശീതളപാനീയവും വീടിൻ്റെ വരാന്തയിലെ കസേരയിൽ രാത്രിയും ഇരിപ്പുണ്ടായിരുന്നു. അതിനിടെ അഫാൻ ലഹരി ഉപയോഗിച്ചതായി പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഏതുതരം ലഹരിയാണ് ഉപയോഗിച്ചതെന്നറിയാൻ തുടർ പരിശോധനാ ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. 5 പേരെയും കൊന്നത് ചുറ്റിക കൊണ്ട് അടിച്ചാണെന്നാണ് പ്രാഥമിക നിഗമനം. എല്ലാവർക്കും തലയിൽ അടിയേറ്റ് ക്ഷതമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇടയ്ക്ക് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന സ്വഭാവം അഫാനുണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രതിയുടെ മാനസിക നില പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്.